മുണ്ടേരി തരിയേരി സ്വദേശി നസീറിന് ബംഗളൂരുവിലെ മടിവാളയിൽ ചായക്കച്ചവടമായിരുന്നു. നല്ല രീതിയിൽ പോയ കച്ചവടം കണ്ട് ലോണും മറ്റ് കടങ്ങളും വാങ്ങി വീടും മക്കളുടെ കല്യാണവും പഠിത്തവും എല്ലാം നടത്തി. ഇതിനിടെ 1 വർഷം മുമ്പ് നസീറിന്റെ ഇരുവൃക്കകളും തകരാറിലായി. പ്രാരാബ്ദം പറയുകയല്ല, പക്ഷേ തീർത്തും ഗതികേടുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നസീർ കൈനീട്ടുന്നത്. ചെറിയ ബേക്കറിയാണ്, അതിനെ കൊണ്ട് മോളെയും കെട്ടിച്ച് പൊരയാക്കി എല്ലാം എടുക്കാമെന്ന് കിഡ്നിന്റെ പ്രശ്നം വന്നു. ആഴ്ചക്ക് 3 വട്ടം ഒന്ന് ഡയാലിസിസ്. പ്രശ്നം വന്നേരം പിന്നെ ആരും സഹായിക്കാനൊന്നും ഇല്ല. സഹായിക്കാനുള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാവുണ്ട്. അവരും നമ്മളെപ്പോലെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. തന്റെ വേദനകൾ ഉള്ളിൽ കടിച്ചിറക്കി നസീർ ഇന്ന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ആഴ്ചയിൽ 3 തവണ ചെയ്യുന്ന ഡയാലിസിസ് ആണ് നസീറിന്റെ ജീവൻ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത്. 2 ആള് തരാന്ന് പറഞ്ഞാൽ അത് ഫൈലായി പോയി. ഭയങ്കര വിഷമത്തിലാണ്. ഒരു പിരിവിന് കറങ്ങുന്നത്. എല്ലാവരും സഹായിച്ച് ഞങ്ങളും രക്ഷപ്പെടും. എന്തെങ്കിലും ജീവിതമാർഗത്തിന് വേണ്ടി നയിക്കാനുള്ള പറ്റും. ഉടനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ദയവേത് നിങ്ങളെല്ലാവരും സഹായിക്കുക. ഞാൻ രക്ഷപ്പെടും. എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. തന്റെ പ്രിയതമന് വൃക്ക നൽകാൻ നസീറിന്റെ ഭാര്യയും തന്റെ കുടുംബത്തെ അടക്കം കൈപിടിച്ചുയർത്തിയ നസീറിനെ സഹായിക്കാൻ അമ്മാവനും തയ്യാറായി. ഇതിനായി നസീറും നാട്ടുകാരും ചേർന്നിറങ്ങി 12 ലക്ഷം രൂപ സ്വരൂപിക്കുകയും ചെയ്തു. എന്നാൽ 2 പേരുടെയും വൃക്ക സ്വീകരിക്കാനാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ മറ്റൊരാളുടെ വൃക്ക പകുത്തുവെക്കണമെങ്കിൽ 40 ലക്ഷം രൂപ ചെലവ് വരും. നസീറിന് വേണ്ടി പണം കണ്ടെത്താൻ ഇറങ്ങിയിരിക്കുകയാണ് നസീർ തന്റെ പുരുഷായുസ് മുഴുവൻ ജീവിച്ചു തീർത്ത ബാംഗ്ലൂരുവിലെ ജീവകാരുണ്യ പ്രവർത്തകരും സുഹൃത്തുക്കളും. നാട്ടുകാരും കഴിയുന്ന തുക പിരിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ സഹായവും നസീറിന് ആവശ്യമാണ്.